Good afternoon, all. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം മിസ് എടുത്തത് നോക്കി എല്ലാവരും. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കിയോ? ക്ലിയർ ആണോ? Yes, ma'am. Clear ആണ്. നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് ഓഫ് നാബ് എന്നുള്ള ചാപ്റ്റർ തീരാറായി. കുറച്ചും കൂടി ഉള്ളു അല്ലെ? ഇനി ചെറിയ സെക്ഷനും കൂടിയല്ലേ ഉള്ളൂ. നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ കഴിഞ്ഞ ദിവസം പറയാൻ വിട്ടുപോയി. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ് കേട്ടോ. 4th മൊഡ്യൂളില് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കേട്ടോ. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഫാർമസി പറഞ്ഞില്ലേ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഫാർമസിയുടെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വരെ മിസ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം. ഓക്കെ, നെക്സ്റ്റ് ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് ഫ്രണ്ട് ഓഫീസിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വെരിഫൈ ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നത് ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ഔട്ട് പേഷ്യൻസിലെ വരുന്ന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുക. ഇപ്പൊ നിങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്തിട്ടുണ്ടോ? ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? നമുക്കൊരു പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പി തരും. എന്നിട്ട് അതിലിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും. എന്താണ്? ഹോസ്പിറ്റലില് അപ്പോയിന്റ്മെന്റ്സ്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്പോയിന്റ്മെന്റ്സ് കിട്ടിയോ? ഹോസ്പിറ്റലിലെ സർവീസുകൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അല്ലെ? ഹോസ്പിറ്റലിലെ ശുചിത്വത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അല്ലെ? എന്നിട്ട് അതിന്റെ നേരെ 4 കോളം ഉണ്ടാവും. ഡിസാറ്റിസ്ഫൈഡ് ആണോ, സാറ്റിസ്ഫൈഡ് ആണോ, വെരി സാറ്റിസ്ഫൈഡ് ആണോ അല്ലെ? ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ടിക്ക് ചെയ്യാം. അല്ലെങ്കിൽ അതിൽ അഡ്മിഷൻ ടൈമിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അല്ലെങ്കിൽ അതിലൊരു സ്കോർ തന്നിട്ടുണ്ട്. നമ്മൾ ആ സ്കോർ നമുക്ക് ഏതാണോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ സ്കോറിന് ഒരു റൗണ്ട് ചെയ്താൽ മതി. അങ്ങനെ പല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാറ്റിസ്ഫാക്ഷൻ, ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് നോക്കുന്നു. നിങ്ങൾക്ക് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് കേട്ടോ 4th മൊഡ്യൂളില്. നെക്സ്റ്റ് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്സ്. ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അല്ലെ? ഫ്രണ്ട് ഓഫീസിൽ അല്ലെ, നമ്മൾ റിസപ്ഷൻ ഏരിയയില് ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി എത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ ക്വാളിറ്റി അഷുറൻസ് ഓഫ് നാബ് ഒന്ന് പറഞ്ഞു കൊടുത്തേ ആരെങ്കിലും. ചാപ്റ്റർ നമ്പർ മിസ്സിന്റെ വേറെ നമ്പറാണ് കിടക്കുന്നത്. ക്ലിയർ ആയോ? ഫ്രണ്ട് ഓഫീസിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, അതിന് എത്ര സ്കോർ ലഭിക്കുന്നുണ്ട് അല്ലെ? ഓരോ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്? നെക്സ്റ്റ് ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി എത്ര ടൈം അവർ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് MRD, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അതിൽ നോക്കുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്. ഫസ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. നമ്മൾ ഡിസ്ചാർജ് പ്രോസസ് പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഓരോ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡിൽ എന്ത് കൂടി ഉൾപ്പെടുത്തണം? ഡിസ്ചാർജ് സമ്മറി അല്ലേ? ഡിസ്ചാർജ് സമ്മറിയുടെ ഒരു കോപ്പി പഠിച്ചോ ലാസ്റ്റ് ആ സെക്ഷനില്? ഓർമ്മയില്ല, മറന്നുപോയാ? അപ്പൊ എന്താണ്? ഡിസ്ചാർജ് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡില് ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്താത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട്? രണ്ടാമത് വരുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. ICD എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ
ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. നമ്മൾ അസുഖത്തെ കുറിച്ച് പറയില്ലേ, ഇപ്പൊ സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, അതല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള അസുഖങ്ങളെ കുറിച്ച്, ആസ്മ, അതിന് പകരം എന്ത് ഉപയോഗിക്കും? കോഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ICD കോഡ്. അപ്പൊ എന്ത് ചെയ്യാണ്, മെഡിക്കൽ റെക്കോർഡുകളിൽ ഡിസീസിന് പകരം അവർ എന്ത് ചെയ്യുന്നുണ്ട്, ICD കോഡുകൾ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ICD കോഡുകൾ ഉൾപ്പെടുത്താത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഹോസ്പിറ്റലിൽ തയ്യാറാക്കിയിട്ടുണ്ട്? ICD കോഡ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ഓക്കെ, നമ്മൾ സ്ട്രോക്കിന് പകരം ഇവര് 160/164 എന്നാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ സ്ട്രോക്ക് എന്ന് എഴുതുന്നതിന് പകരം അവർ എന്ത് ചെയ്യും, കോഡായ 160/164 എന്ന് എഴുതും. അതേപോലെ ലിവർ ഡിസീസിലെ കരളിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, പ്രോബ്ലംസ് ഉണ്ടാവില്ലേ, ഡിസീസുകള്, അവര് അതിനെന്താണ് K70 അല്ലെങ്കിൽ K71/3 എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള കോഡുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ICD കോഡിംഗ് എഴുതാത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഹോസ്പിറ്റലിൽ പ്രിപ്പയർഡ് ചെയ്യുന്നുണ്ട്? ക്ലിയർ ആയോ? നമ്മ ഇപ്പൊ മെഡിക്കൽ ടെർമിനോളജി പഠിച്ചപ്പോ പഠിച്ചു അല്ലെ, അബ്രിവിയേഷൻസ്, പ്രിഫിക്സ്, സഫിക്സ്, ഡിസീസ്, D for ഡിസീസ്. അതേപോലെ എന്താണ്, നമ്മൾ ഡിസീസിനും അസുഖങ്ങൾക്കും ഇങ്ങനെ കോഡിഫിക്കേഷൻ കൊടുക്കും. ഇന്റർനാഷണൽ ലെവലില് കോഡിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Percentage of medical records having imperfect or improper consent എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ലാതെ ഇംപെർഫെക്റ്റ് ആയിട്ട് എത്ര മെഡിക്കൽ റെക്കോർഡുകൾ, പ്രോപ്പർ സമ്മതത്തോടെ അല്ലാതെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട്? ഇപ്പൊ നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? പേഷ്യൻസിന്റെ സോഷ്യൽ ഡാറ്റ അല്ലെ വേണ്ടേ? സോഷ്യൽ ഡാറ്റ വേണ്ടേ? പ്രീവിയസ് ഹിസ്റ്ററി വേണോ? മെഡിക്കൽ ഹിസ്റ്ററി, പ്രീവിയസ് ഡിസീസ് അല്ലെ, ഒരു അസുഖങ്ങള്, അവർക്ക് എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ, എന്തൊക്കെ മെഡിക്കേഷൻസ്, ഡയഗ്നോസിസ്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അല്ലെ, ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിലൊന്നോ രണ്ടോ കാര്യങ്ങൾ വിട്ടുപോയാൽ ആ മെഡിക്കൽ റെക്കോർഡ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ പേഷ്യൻസിന്റെ ലാബ് ടെസ്റ്റുകളുടെ ടെസ്റ്റ് റിസൾട്ട് ഇല്ല, അവർക്ക് കൊടുത്ത മരുന്നുകളെ കുറിച്ച് എഴുതിയിട്ടില്ല അല്ലെ, അപ്പൊ എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ, ആ റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആണെന്ന്. അപ്പൊ അങ്ങനെ പ്രോപ്പർ അല്ലാത്ത രീതിയിൽ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ പേഷ്യൻസിന്റെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയത്? നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സ്. ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ മിസ്സാവാ അല്ലെ, കാണാതാവാ, സംഭവിക്കാലോ. അങ്ങനെ എത്ര പെർസെന്റേജ് സംഭവിക്കുന്നുണ്ട്? പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ മിസ്സാവുന്ന എത്ര കേസുകൾ ഉണ്ടാവുന്നുണ്ട്? നെക്സ്റ്റ്, bed occupancy rate. Bed occupancy rate, BOR percentage, is a measure of utilization of the available bed capacity in a hospital. ഹോസ്പിറ്റലിൽ ഉള്ള ബെഡ് കപ്പാസിറ്റി എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അളക്കുന്നതാണ് ബെഡ് ഓക്യുപ്പൻസി റേറ്റ്. ഇപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ഒരു 100 ബെഡ് ഉണ്ട്, അതിൽ എത്ര പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ, അതാണ് BOR പെർസെന്റേജ്. അതൊരു ടൈം ഇന്റർവെലിനെ അടിസ്ഥാനമാക്കിയാണ് നോക്കുന്നത്. ഇപ്പൊ നോക്കിയേ, it denotes the percentage of beds occupied by patient is a defined period of time, normally a year. ഒരു വർഷത്തില് ഹോസ്പിറ്റലിലെ ബെഡ്സില് എത്ര പെർസെന്റേജ് യൂസ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ ബെഡ്സ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിലെ ബെഡ്സ് ഉപയോഗിക്കുക എന്തായിരിക്കും? പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുക അല്ലേ,
അപ്പോഴല്ലേ അവർ ബെഡ്സ് ഉപയോഗിക്കാം അഡ്മിഷൻ. അപ്പൊ ഒരു ഹോസ്പിറ്റലില് എത്ര പേഷ്യൻസിനെ ഒരു വർഷത്തിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്? ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ് ലെങ്തി ഓഫ് സ്റ്റേ. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻസിന് സ്റ്റേയുടെ ലെങ്ത് തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? അവരെ അസുഖത്തിന്റെ അല്ലെ, ഡിസീസിന്റെ ബേസിസ് അല്ലെ. അപ്പൊ എന്താണ്, ചിലവര് 3 ദിവസമായിരിക്കും കിടത്താം, ചിലവർ 5 ദിവസം കിടക്കും, ചിലവർ 7 ദിവസം കിടക്കും അല്ലെ. അപ്പൊ ആ ലെങ്ത് ഓഫ് സ്റ്റേ LOS ലെങ്ത് ഓഫ് സ്റ്റേ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് മോർട്ടാലിറ്റി റേറ്റ്, ഹോസ്പിറ്റലിലെ മരണനിരക്ക്. എത്ര പേര് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ശേഷം എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, ജനന മരണനിരക്ക്. ഹോസ്പിറ്റലിലെ ജനന മരണനിരക്ക് എങ്ങനെയാണ്? നെക്സ്റ്റ് പറയുന്നത് പ്രൊപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണനിരക്ക്, ഇൻഫാന്റ് മരണനിരക്ക് കേട്ടോ. ക്ലിയർ ആയതോ? ഇതൊന്നും പറയണ്ടല്ലോ. ജനന മരണനിരക്കൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എത്ര പേര് ജനിച്ചിട്ടുണ്ട് അല്ലെ, എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ ശിശു മരണനിരക്ക്. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ് HRM. HRM പഠിച്ചതല്ലേ? ഒന്ന് പറഞ്ഞേ, ഫുൾ ഫോം പറഞ്ഞേ. HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ പ്രവർത്തനങ്ങൾ ആരാണ് ചെക്ക് ചെയ്യുന്നത്? ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ്. ഇതിൽ എന്തൊക്കെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആയി വരുന്നത്? എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്? സ്റ്റാഫുകളുടെ അല്ലെ, അവിടുത്തെ എംപ്ലോയീസിന്റെ അല്ലേ, HR ഡിപ്പാർട്ട്മെന്റില് അഡ്മിനിസ്ട്രേഷൻ, സ്റ്റാഫിങ്ങിന്റെ ഒക്കെ പ്രോസസ്സുകൾ അല്ലെ, പ്രവർത്തനങ്ങൾ. അപ്പൊ എന്താണ് സ്റ്റാഫിന്റെ എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ഇപ്പൊ നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നില്ലേ? ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിൽ അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ, പേഷ്യൻസ് എത്രത്തോളം അവിടുത്തെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് സർവേ നടത്തുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നു? എംപ്ലോയീസ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും സർവേയിൽ ഉൾപ്പെടുത്തുന്നത്? വർക്കിംഗ് എൻവയോൺമെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലേ? എന്താണ് സാലറിയുടെ കാര്യങ്ങൾ ചോദിക്കാം അല്ലെ, വേജസ്, സ്റ്റാഫ് സർവീസുകള്, സാലറി, അവരുടെ വർക്കിംഗ് അവേഴ്സ് അല്ലെ, വർക്കിംഗ് അവേഴ്സ്, ഹോസ്പിറ്റലിൽ അവരുടെ ബെനിഫിറ്റ്സുകൾ അല്ലെ, അക്കോമഡേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് കണ്ടിട്ട് വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെ, അവർക്ക് വർക്ക് ചെയ്യാനുള്ള എൻവയോൺമെന്റ് എങ്ങനെയാണ് അല്ലെ. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് സർവേ നോക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ എന്താണ്, വർക്ക് ചെയ്യുന്നുണ്ടോ ഷാജിറ ഹോസ്പിറ്റലില്? ഓക്കെ. അപ്പൊ മോനെ അഡ്മിറ്റ് ആ സമയത്ത് നോക്കുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ഇതിപ്പോ എന്താണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സാറ്റിസ്ഫാക്ഷൻ, അവിടുത്തെ പ്രവർത്തനങ്ങളിൽ അവർ എത്രത്തോളം, സ്റ്റാഫുകൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് അസസ് ചെയ്യുന്നതിന് വേണ്ടി, വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത്. നെക്സ്റ്റ് എംപ്ലോയി അട്രീഷൻ റേറ്റ്. എംപ്ലോയി അട്രീഷൻ റേറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വർക്കിന് കയറാണ്. അപ്പൊ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണല്ലേ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഈ കോഴ്സ് കഴിഞ്ഞ ഒരു ഹോസ്പിറ്റൽ വർക്കിന് കയറോ, ജോലിക്ക് കയറും. അപ്പൊ നമുക്കൊരു ടൈം പീരീഡ് ഉണ്ടാവൂലേ, 1 വർഷം അല്ലെങ്കിൽ 6 മാസം, ഒരു കാലയളവ് ഉണ്ടാവും അല്ലെ അവിടെ ജോലി ചെയ്യാൻ. അപ്പൊ ആ സമയത്തിന്റെ ഉള്ളില്, ആ ടൈം പീരീഡിന്റെ ഉള്ളില് നമ്മൾ അവിടുന്ന് എക്സിറ്റ് ചെയ്യുക, ലീവ് ചെയ്ത് പോരാ. അതാണ് എംപ്ലോയി അട്രീഷൻ റേറ്റ്. പല കാരണം കൊണ്ട് അങ്ങനെ സംഭവിക്കാലോ. മാനേജ്മെന്റിൽ നിന്ന് കൂടുതൽ പ്രഷർ, വർക്കിൽ കൂടുതൽ പ്രഷർ വരാ അല്ലെ,
വർക്കിംഗ് അവേഴ്സ് കൂടുതലാവുക, സാലറി കുറവാവുക, അല്ലെ? പല കാരണം കൊണ്ട് അങ്ങനെ സംഭവിക്കാലോ. നമ്മ എന്ത് ചെയ്യും? നമുക്ക് അവിടെ തുടരാൻ പറ്റാതെ നമ്മ അവിടെ നിന്ന് എന്ത് ചെയ്യും? റിസൈൻ ഇട്ട് പോരും, അല്ലെ? ജോലി ഉപേക്ഷിച്ച് പോരും. അപ്പൊ അങ്ങനെ എത്ര എംപ്ലോയീസ് എന്താണ് ജോലി ഉപേക്ഷിച്ച് ആ ടൈം പീരീഡിനുള്ളിൽ ജോലി ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് എംപ്ലോയി ആബ്സെന്റീസ് റേറ്റ്, അല്ലെ? എത്ര സ്റ്റാഫുകൾ ഹോസ്പിറ്റലിൽ ആബ്സെന്റ് ആണ്, അല്ലെ? എത്ര ദിവസം ആബ്സെന്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് ഹു ആർ ഇൻഫോംഡ് ഓഫ് എംപ്ലോയി റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് വെൽഫെയർ സ്കീം. എന്താണ്? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് അവരുടെ റൈറ്റ്സുകൾ ഉണ്ടോ, അവകാശങ്ങള്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അല്ലെ? അവരുമായി ബന്ധപ്പെട്ട വെൽഫെയർ സ്കീമുകളൊക്കെ ഉണ്ട്, അല്ലെ? ഇപ്പൊ ESI, അതേപോലെ തന്നെ പല കാര്യങ്ങളിലും ഓരോരുത്തർ നമ്മൾ വർക്ക് ചെയ്യുമ്പോ വെൽഫെയറുമായി ബന്ധപ്പെട്ട ഉണ്ടോ? അപ്പൊ അങ്ങനെയുള്ള അറിവ് എത്രത്തോളം സ്റ്റാഫുകൾക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു നോളജ് ഉണ്ട്, അല്ലെ? ഹോസ്പിറ്റലില് എംപ്ലോയീസിന്റെ അവകാശങ്ങളെ കുറിച്ച്, അവരുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, അവർക്കുള്ള സ്കീമുകളെ കുറിച്ച് എത്ര എംപ്ലോയീസിന് ഒരു നോളജ് ഉണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് ഫ്രീ എക്സ്പോസർ പ്രൊഫിലാക്സിസ് എന്ന് വെച്ചാൽ ആന്റിബയോട്ടിക്സിൽ ഇപ്പൊ ഹൈ ഡോസുള്ള ആന്റിബയോട്ടിക്സുകൾ, കൂടുതൽ നല്ല രീതിയിൽ കൊടുക്കേണ്ട ആന്റിബയോട്ടിക്സുകൾ എല്ലാ സ്റ്റാഫുകളും പ്രൊവൈഡ് ചെയ്യോ പേഷ്യൻസിന്? എല്ലാ സ്റ്റാഫുകളും നൽകും. കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലെ? കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി നല്ല നഴ്സുമാരൊക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ എത്ര സ്റ്റാഫുകൾ, എത്ര എംപ്ലോയീസ് എന്താണ് എക്സ്പോസർ പ്രൊഫിലാക്സിസ്, അതായത് ആന്റിബയോട്ടിക്സുകൾ പേഷ്യൻസിന് നൽകുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ക്ലിയർ ആയോ? എല്ലാവരും ഓക്കെയാണോ? HRM എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, അല്ലെ? സ്റ്റാഫ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിലെ സാറ്റിസ്ഫാക്ഷൻ, അവരെ സംതൃപ്തി അളക്കുന്നതിന് വേണ്ടി എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നു. അതിൽ എത്ര സ്റ്റാഫുകൾ എന്താണ് സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെ? അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് എംപ്ലോയി അപ്രീഷിയേഷൻ റേറ്റ്, ഒരു ടൈം അവർക്ക് എന്താണ് വർക്ക് ചെയ്യാനുള്ള ആ ടൈം പീരീഡ് പൂർത്തിയാക്കാതെ എത്ര സ്റ്റാഫുകൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു പോയിട്ടുണ്ട്. മൂന്നാമത് പറയുന്നത് എംപ്ലോയി ആബ്സെന്റീസ് റേറ്റ്, അല്ലെ? എംപ്ലോയീസിന്റെ ആബ്സെന്റ്, എത്ര പേര് ആബ്സെന്റുകൾ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലില് എംപ്ലോയീസിന്റെ അവകാശങ്ങളും അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ സ്കീമുകളെ കുറിച്ചും അറിവുള്ള എത്ര സ്റ്റാഫുകൾ ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? പ്രോ എക്സ്പോസർ പ്രൊഫിലാക്സിസുകൾ എത്ര സ്റ്റാഫുകൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്റ്റർ. നെക്സ്റ്റ് ഡിസ്ചാർജ് സമ്മറി, ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ്. ഡിസ്ചാർജ് സമ്മറിയിൽ എന്തായിരിക്കും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട്? ഡിസ്ചാർജ് പ്രോസസ്സിൽ എന്തായിരിക്കും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്? അത് നോക്കണ്ട, നിങ്ങൾ തന്നെ പറയാവുന്നതാണ്. എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുന്ന കാര്യമാണ് അത്, ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പൊ നമുക്ക് 10:30 ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ എപ്പോഴായിരിക്കും ഡിസ്ചാർജ് കഴിഞ്ഞപ്പോ ബില്ലിംഗ് ടൈം, അല്ലെ? വെയിറ്റിംഗ് ടൈം. നോക്കി, ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് പ്രോസസ്സിന് വേണ്ടി എത്ര സമയം എടുക്കുന്നു, അല്ലെ? അതാണ് ക്വാളിറ്റി ഡിസ്ചാർജ് സമ്മറിയിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ. നെക്സ്റ്റ് പറയുന്നത് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ്, ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ്. മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പഠിച്ചല്ലോ, മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ഹോസ്പിറ്റലിൽ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ, അറ്റകുറ്റപ്പണി എക്യുപ്മെന്റ്സുകൾ, അപ്പാരറ്റസ്, അല്ലെ? മെഷീനറീസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? ചിലപ്പോ അത് പ്രവർത്തനരഹിതമാകാം, അതിനെന്തെങ്കിലും റിപ്പയറിംഗ് വരാം, അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഡെപ്രീസിയേഷൻ. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട്
രണ്ട് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറയുന്നത്. നോക്കിയേ, ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം അല്ലെ, എന്താണ് ക്രിട്ടിക്കൽ ആയി നമുക്ക് കൂടുതൽ ആവശ്യമായി വരുന്ന എക്യുപ്മെന്റുകൾ എന്താണ് പ്രവർത്തനരഹിതമാണ്, ബ്രേക്ക് ഡൗൺ ആവാം അല്ലെ, എത്ര സമയം ബ്രേക്ക് ഡൗൺ ആണ് ഈ പ്രവർത്തനരഹിതമായി. ഏതൊക്കെയാണ്? ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ഓർ ജനറൽ എക്യുപ്മെന്റ്, ബയോമെഡിക്കൽ എക്യുപ്മെന്റും ജനറൽ എക്യുപ്മെന്റും. നെക്സ്റ്റ് പറയുന്നത് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ് അല്ലെ, നമ്മൾ പല സെക്ഷനിലും ഏരിയാസിലും എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യുന്നില്ല. ഹോസ്പിറ്റലിലാണ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്നുണ്ട്, ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ICUയിലുണ്ട് അല്ലെ. അപ്പൊ എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ് എന്താണ്? ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സുകള് നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ, ICU, ജനറൽ എക്യുപ്മെന്റ്സുകൾ. ക്ലിയർ ആയോ? നെക്സ്റ്റ്, eligibility to apply for hospital accreditation. ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടി ഹോസ്പിറ്റലുകാർക്ക് എന്തൊക്കെ യോഗ്യതകളാണ്, അപേക്ഷിക്കാൻ എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ദാറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് എക്യുപ്മെന്റ്സ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ താഴെ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ, എന്നാൽ മാത്രം എന്താണ് അവർക്ക് അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനായി സാധിക്കുകയുള്ളൂ. ഓക്കെ, കറന്റ്ലി ഇൻ ഓപ്പറേഷൻ ആസ് എ ഹെൽത്ത്, നമ്മൾ എന്തിന്റെ ബേസിസിലാണ് ഈ പറയുന്നത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാണ് അല്ലെ പറയുന്നത് അല്ലെ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ദാറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് റിക്വയർമെന്റ്സ്. അപ്പൊ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം പഠിച്ചു HCO, SHCO എന്ന് പഠിച്ചോ? രണ്ടെണ്ണം. NAB ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ രണ്ടായി തരംതിരിക്കുന്നു അല്ലെ, പഠിച്ചോ? പഠിച്ചോ? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? നമ്പർ ബെഡ്സിന്റെ അടിസ്ഥാന നമ്പർ. അപ്പൊ നോക്കിയേ, കറന്റ്ലി in operation as a healthcare provider, it should be above 50 beds. എന്താണ് അവിടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ 50 ബെഡിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹോസ്പിറ്റൽ ബിലോ 50 beds will come under SHCO standard. 50 ബെഡിൽ താഴെയുണ്ടെങ്കിൽ അവരെന്ത് പറഞ്ഞു? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ നിലവാരത്തിലേക്ക് മാറുന്നു അല്ലെ. പിന്നെ അപ്പൊ എന്താണ്? 50 ബെഡിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകളാണ് ഞാവിന്റെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയുള്ളൂ. രണ്ടാമത് പറയുന്നത് ദ ഹോസ്പിറ്റൽ ഹാസ് ദ മിനിമം വോള്യൂം ഓഫ് പേഷ്യൻസ് അല്ലെ. ഒരു ഹോസ്പിറ്റലില് ഉള്ള പേഷ്യൻസിൽ ഒരു മിനിമം പേഷ്യൻസിനെങ്കിലും ക്വാളിറ്റി കെയർസ് ലഭിക്കണ്ടേ? എല്ലാ പേഷ്യൻസിനും അല്ലെങ്കിലും ഒരു മിനിമം പേഷ്യൻസിന് അല്ലെ. അപ്പൊ ആ മിനിമം ലെവൽ എത്രയാ പറയുന്നത്? will evaluate the quality of care given to the patients which is presently 30%. ഒരു ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിൽ ഒരു 30% പേഷ്യൻസിനെങ്കിലും എന്ത് കിട്ടിയിട്ടിരിക്കണം? ക്വാളിറ്റി കെയർ അല്ലെ, നല്ല ഗുണനിലവാരമുള്ള പരിചരണം ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയത്? മിനിമം ആണ് കേട്ടോ പറയുന്നത്, മിനിമം. നെക്സ്റ്റ്, the organization that commits to abide by NAB standards and applicable legal and statutory regulatory requirements അല്ലെ. എന്താണ് NAB ഒരുപാട് നിർദ്ദേശങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ടോ? ലീഗൽ ആയിട്ടും നിയമപരമായിട്ടും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടും അല്ലെ, റെഗുലേറ്ററി ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ലേ ഒരു ഹോസ്പിറ്റലിന്? എന്താണ് ICUയിലെ പ്രവർത്തനങ്ങളിൽ ഇന്നിന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വേണം അല്ലെ, ഫാർമസിയിൽ ഇന്നിന്ന കാര്യങ്ങൾ വേണം അല്ലെ,
എന്താണ് 3 സേഫ്റ്റി മാനുവൽ വേണം അല്ലെ? എത്ര കമ്മിറ്റി വേണം എന്നൊക്കെ പറയുന്നുണ്ടോ നാബ്? പറയുന്നുണ്ടോ? അപ്പൊ നാബിന്റെ മാനദണ്ഡങ്ങളും സ്റ്റാൻഡേർഡുകളും അവര് പറയുന്ന നിയമപരമായ എന്താണ് നിയന്ത്രണങ്ങളും പാലിക്കാൻ തയ്യാറായ ഹോസ്പിറ്റലുകാർ മാത്രം എന്താണ് ഈ നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അല്ലെ? ആണോ? അവര് പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡുകൾസും അവര് പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാത്രമല്ലേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, എലിജിബിലിറ്റി ഉള്ളൂ, യോഗ്യത. അതല്ലാണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി? ഹോസ്പിറ്റലിൽ എന്താണ് ഐസിയുവിലെ പ്രവർത്തനങ്ങളിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പാലിക്കാൻ സാധിക്കില്ല. പിന്നെ എന്താണ് ഫാർമസിയിലെ പ്രവർത്തനങ്ങളിൽ കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് വേണ്ടി? ഇല്ല. എന്താണ് നാബിന്റെ മാനദണ്ഡങ്ങൾ നാബ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ് പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള തയ്യാറായിട്ടുള്ള സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാത്രമാണ് അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് ഇംപ്ലിമെന്റഡ് നാബ് സ്റ്റാൻഡേർഡ്സ് ഇൻ HCO ഫോർ മിനിമം ഓഫ് 3 months. നാബ് പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡുകളും അല്ലെ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നാബ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സ്റ്റാൻഡേർഡുകളും ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ മിനിമം 3 മാസമെങ്കിലും പ്രാവർത്തികമാക്കിയിട്ടുണ്ടായിരിക്കണം. അവിടുത്തെ പ്രവർത്തനങ്ങളില് ഈ നാബ് പറയുന്ന എല്ലാ സ്റ്റാൻഡേർഡുകളും അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഫസ്റ്റ് വരുന്നത് എന്താണ് ഇതിന്റെ യോഗ്യത, എലിജിബിലിറ്റി എന്താണ്? 50 ബെഡിൽ കൂടുതലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമാണ് നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. രണ്ടാമത് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലില് പരിചരണം കൊടുക്കുന്ന പേഷ്യൻസിൽ ഒരു 30% പേഷ്യൻസിനെങ്കിലും നല്ല ഗുണനിലവാരമുള്ള പരിചരണം ലഭിച്ചിട്ടുണ്ടായിരിക്കണം. മൂന്നാമത് പറയുന്നത് എന്താണ്? നാബിന്റെ സ്റ്റാൻഡേർഡുകൾ, അതായത് അവരുടെ നിലവാരങ്ങള്, അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ് ഒരു ഹോസ്പിറ്റലില് പ്രാവർത്തികമാക്കാൻ സന്നദ്ധരായിട്ടുള്ള തയ്യാറായിട്ടുള്ള ഹോസ്പിറ്റലുകാർ മാത്രം എന്താണ് നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക. നാലാമത് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില് നാബിന്റെ സ്റ്റാൻഡേർഡുകൾ മിനിമം ഒരു 3 മാസമെങ്കിലും പ്രാവർത്തികമാക്കിയാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആ 3 മാസം കഴിഞ്ഞതിന് അവർ കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്തതിന് ശേഷം മാത്രം അവർക്ക് നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഓക്കെ ആണോ? Next, these standards are to be used by whole organization and not for a certain services within the organization. ഈ നാബ് പറയുന്ന ഈ സ്റ്റാൻഡേർഡുകൾ ഹോസ്പിറ്റലിന്റെ ചില സർവീസുകൾക്ക് മാത്രം പ്രാവർത്തികമാക്കിയാൽ മതിയോ? ഇപ്പൊ ഐസിയുല് ഓപ്പറേഷൻ തിയേറ്റേഴ്സില് മാത്രം പ്രാവർത്തികമാക്കിയാൽ മതിയോ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഇല്ല അല്ലെ? എന്ത് ചെയ്യണം? ആ ഹോൾ ഓർഗനൈസേഷൻ അല്ലെ, ആ ഹോസ്പിറ്റലിലെ മൊത്തം സർവീസുകളിലും നാബിന്റെ സ്റ്റാൻഡേർഡുകൾ പ്രാവർത്തികമാക്കണം. ഓർഗനൈസേഷൻ പ്രൊവൈഡ് മൾട്ടിപ്പിൾ ചോയ്സ് സർവീസസ് അല്ലെ, ഹോസ്പിറ്റൽ എന്താണ് കൊടുക്കുന്നത്? ഓർഗനൈസേഷൻ ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ പേഷ്യൻസിന് ഇല്ലേ? മൾട്ടിപ്പിൾ സർവീസസ് അല്ലെ, ഐസിയുവിലെ പ്രവർത്തനങ്ങളുണ്ട്, ലാബിലെ പ്രവർത്തനങ്ങളുണ്ട്, ഫാർമസിയിലുണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇൻപേഷ്യന്റ് ഉണ്ട്, ഔട്ട് പേഷ്യന്റ് ഉണ്ട് അല്ലെ, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ എന്താണ് ഹോസ്പിറ്റലിലെ മൾട്ടിപ്പിൾ സർവീസുകൾ, ഒരുപാട് സേവനങ്ങൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. And the standards are equally applicable to all services within the health care organization.
അപ്പൊ ഈ എല്ലാ സർവീസുകളും, ഈ എല്ലാ മൾട്ടിപ്പിൾ സർവീസുകളിലും ഈ നാബിന്റെ സ്റ്റാൻഡേർഡുകൾ ഒരേപോലെ അല്ലേ, ഈക്വലി അപ്ലിക്കബിൾ ആയിരിക്കണം, ഒരേപോലെ പ്രാവർത്തികമാക്കണം. എന്തേ? ഇപ്പൊ ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ICUല് അവിടെ മാത്രം ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പാലിക്കുന്നില്ല, ബാക്കി എല്ലാ സർവീസുകളിലും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഈ രണ്ട് സെക്ഷന് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ? ഇല്ല. അപ്പൊ എന്താ, നാബിന്റെ സ്റ്റാൻഡേർഡുകള് ഹോസ്പിറ്റലിലെ എല്ലാ സർവീസുകളിലും ഒരേപോലെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടായിരിക്കണം. ക്ലിയറായത്? നെക്സ്റ്റ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നാബിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, 4 വർഷത്തേക്ക് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ മംഗള എന്ന് പറയുന്ന ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചതാണ് നിന്റെ താഴെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അവർക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റ് ആണ് കണ്ടോ. മംഗള എന്താണ്? കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ സർട്ടിഫൈഡ്. ഓക്കെ, മംഗള ഹോസ്പിറ്റൽ ആൻഡ് മംഗള കിഡ്നി ഫൗണ്ടേഷൻ, വസ്ട്ര ഹിൽസ്, കദ്രി റോഡ്, മംഗളൂരു എന്ന് പറഞ്ഞുള്ള ഒരു ഹോസ്പിറ്റലിന് നാബിന്റെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അവർ പ്രീ അക്രഡിറ്റേഷൻ, അവർ എൻട്രി ലെവലിലാണ് അവർക്ക് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം കേട്ടോ, അക്രഡിറ്റേഷന്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് കാണാൻ വേണ്ടി മാത്രം. ചാപ്റ്റർ, ഈ ചാപ്റ്റർ മിസ്സിന് കഴിഞ്ഞു. ക്ലിയർ ആയോ മിസ് എടുത്തതൊക്കെ? ഓക്കെ ആണോ എല്ലാവർക്കും? ഒരു 4 മിനിറ്റ് ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട്സാ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ. അത് കഴിഞ്ഞിട്ട് മിസ് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. നാബിന്റെ സ്റ്റാൻഡേർഡില് 10 ചാപ്റ്റർ, 100 സ്റ്റാൻഡേർഡ്സ് ആൻഡ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണുള്ളത്. ആ ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ 1 or 2 എന്താണ് കോർ കാറ്റഗറിയിലെ കോർ കാറ്റഗറി ആണുള്ളത്. രണ്ടാമത് 451 കമ്മിറ്റ്മെന്റ് കാറ്റഗറി. അതൊന്ന് നോക്കണേ കേട്ടോ, ആ നമ്പർ ഒന്ന് നോക്കണേ, അത് എക്സാമിന് വരുന്നതാണ്. കോർ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഓരോ മൂല്യനിർണയ സമയത്ത് അല്ലെ, ഇപ്പൊ നമ്മ ക്ലാസ് എടുത്ത് പോയപ്പോ പറഞ്ഞ എന്താണ്, ഹോസ്പിറ്റല് 1 വർഷത്തിൽ 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടുകൾ നടന്നിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ. ഇല്ലേ? ഓർമ്മയില്ലേ? മറന്നുപോയാ? ഹോസ്പിറ്റല് എന്താണ്, ഒരു വർഷം 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വർക്കുകൾ നടന്നിട്ടുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ആ ഒരു പ്രൊജക്ട് കഴിഞ്ഞ് കഴിയുമ്പോ അവർ എന്ത് ചെയ്യും? ക്വാളിറ്റി വിലയിരുത്തോ, അസസ് ചെയ്യോ? ഹോസ്പിറ്റലില് ചെയ്യോ?
അപ്പൊ എന്താണ് അങ്ങനെ ഓരോ മൂല്യനിർണയ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് എപ്പോഴൊക്കെ മൂല്യനിർണയം നടത്തുന്നുണ്ട് അപ്പോഴൊക്കെ നിർബന്ധമായും വിലയിരുത്തേണ്ട ഘടകങ്ങളെ ഫാക്ടേഴ്സിനെയാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് 451 കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അതായത് ഫൈനൽ അസസ്മെന്റ് അല്ലെ, ഏറ്റവും അവസാനം ലാസ്റ്റ് നമ്മ എന്താണ് ഫൈനൽ അസസ്മെന്റ് നടത്തുക, അന്തിമ മൂല്യനിർണയം നടത്തുന്ന സമയത്ത് വിലയിരുത്തേണ്ട ഫാക്ടേഴ്സിനെയാണ് 451 എലമെന്റ്സ് എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നത് 60 എലമെന്റ്സ്, അതെന്താണ് അച്ചീവ്മെന്റ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. അതെന്തെന്നാ സർവീലൻസ് അസസ്മെന്റ് എന്ന് വെച്ചാൽ ഓരോ നിരീക്ഷണ സമയത്തും ഒബ്സർവേഷന്റെ സമയത്തും നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ട വിലയിരുത്തേണ്ട ഫാക്ടേഴ്സിനെയാണ് അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. 30 എക്സലൻസ് കാറ്റഗറി. നമ്മൾ ഈ അക്രഡിറ്റേഷൻ സമയത്ത് അല്ലെ 4 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അക്രഡിറ്റേഷൻ പുതുക്കണം അല്ലെ. ആ സമയത്ത് നമ്മൾ വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞാൽ ആ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. മൂന്ന് മാനുവല് വേണം, നാവിംഗ് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് 3 മാനുവല് വേണം. പിന്നെ എന്താണ് 8 കമ്മിറ്റീസ് വേണം, 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് വേണം. ക്ലിയർ അല്ലേ? ബാക്കിയൊക്കെ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, നെക്സ്റ്റ് ചാപ്റ്റർ എടുത്തോട്ടെ. നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. നമുക്കറിയാം ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഗ്യാസുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഉണ്ടോ? ഒന്ന് പറഞ്ഞേ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ഒന്ന് പറഞ്ഞേ. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഗ്യാസുകൾ എന്തിന്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇത് രണ്ടുള്ളോ? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും മാത്രമുള്ളോ? നൈട്രജൻ മൊഡ്യൂൾ 4 ചാപ്റ്റർ ആണ് കേട്ടോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം മൊഡ്യൂൾ 4 ആണ് കേട്ടോ. നൈട്രജൻ, സോഡിയം ഇല്ല, സോഡിയം നമുക്ക് കുറഞ്ഞു പോകുന്നതല്ലേ, ഗ്യാസ് ആണോ അത്? സോഡിയം ഗ്യാസ് ആണോ? നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്. നമ്മൾ ലോഫിംഗ് ഗ്യാസ് കേട്ടിട്ടുണ്ടോ? ലോഫിംഗ് ഗ്യാസ് കേട്ടിട്ടുണ്ടോ? ലോഫിംഗ് ഗ്യാസ് ഒരു സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഒരു സീനൊക്കെ ഉണ്ട് അല്ലെ. ലോഫിംഗ് ഗ്യാസ് അനസ്തേഷ്യക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ് ലോഫിംഗ് ഗ്യാസ്. നൈട്രസ് ഓക്സൈഡ് ആണ് ലോഫിംഗ് ഗ്യാസ്. അതെന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ് ലോഫിംഗ് ഗ്യാസിന്റെ പ്രത്യേകത? എന്താണ്? ചിരിപ്പിക്കുന്ന വാതകം അല്ലെ. എന്താണ് നമ്മ ആ വാതകം ശ്വസിച്ചു കഴിഞ്ഞാൽ എന്താ, നമ്മ വെറുതെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കും അല്ലെ. വാക്വം കേട്ടിട്ടുണ്ടോ? വാക്വം, ഹോസ്പിറ്റലിലെ വാക്വം. വാക്വം ഒരു ഗ്യാസ് ആണ് കേട്ടോ, വാക്വം. കംപ്രസ്ഡ് എയർ കേട്ടിട്ടില്ലേ? കംപ്രസ്ഡ് എയർ ക്ലീനിങ് പർപ്പസിന് വേണ്ടി. അപ്പൊ കംപ്രസ്ഡ് എയർ. പിന്നെ മെഡിക്കൽ എയർ കേട്ടിട്ടില്ലേ? മെഡിക്കൽ എയർ ഓക്സിജന്റെയും നൈട്രജന്റെയും ഒരു മിക്സ്ചർ, ഒരു കോമ്പൗണ്ട് ആണ് മെഡിക്കൽ എയർ. മെഡിക്കൽ എയർ എന്തിനൊക്കെ കൊടുക്കുന്നുണ്ട്? പേഷ്യൻസിന് ബ്രീത്തിങ് ഓക്കെ ആവാനൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. അവരെ റെസ്പിറേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിന് അവരുടെ റെസ്പിറേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മെഡിക്കൽ എയർ.
ഇനി മെഡിക്കൽ ഗ്യാസ് ഹോസ്പിറ്റലിൽ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? പേജ് നമ്പർ മിസ്സിന്റെ പേജ് നമ്പർ ആർക്കെങ്കിലും കിട്ടിയോ? ചാപ്റ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ഇൻഫ്ലേമബിൾ. നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ്. ഹോസ്പിറ്റലില് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് വാതകം മെഡിക്കൽ ഗ്യാസുകൾ യൂസ് ചെയ്യുന്നത്? ട്രീറ്റ്മെന്റിന് അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചില മെഡിക്കൽ ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി, ഇപ്പൊ വാക്വം എയർ ക്ലീനിങ്ങിന് വേണ്ടി അല്ലെ. പിന്നെ എന്താണ്? കംപ്രസ്ഡ് എയർ ഒക്കെ എന്താണ്? ചില മെഡിക്കൽ ഗ്യാസ് ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ടൂൾസ് ആയിട്ടും ഉപകരണങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ദന്ത ഡോക്ടറുടെ അടുത്തൊക്കെ പോവില്ലേ, ഡെന്റൽ ക്ലിനിക്കില്. അപ്പൊ നമുക്ക് അവര് റൂട്ട് കനാലൊക്കെ ചെയ്യാറില്ലേ? പല്ലിന് എന്തെങ്കിലും കംപ്ലൈൻസുകൾ ഉണ്ട്, അല്ലെങ്കിൽ പല്ല് പറിക്കണമെങ്കിൽ റൂട്ട് കനാൽ ചെയ്യാറില്ലേ? ആ സമയത്ത് അവരെന്ത് ചെയ്യും? ഒരു നീളത്തില് ഒരു സിൽവറിന്റെ ഒരു ഇതില് അവര് നമ്മുടെ വായിലേക്ക് ഒരു ട്യൂബ് പോലത്തെ ഒരു സാധനം കിടത്തി വിട്ടിട്ട് സക്ക് ചെയ്തെടുക്കാറുണ്ടോ? നമ്മുടെ ഇതിന്ന് വരുന്ന എന്താണ് അഴുക്കുകള് സക്ക് ചെയ്ത്, അതല്ലെങ്കിൽ അവർ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ വാട്ടർ അല്ലെങ്കിൽ മെഡിസിൻ ഒക്കെ അവർ സക്ക് ചെയ്തെടുക്കുന്നില്ലേ? അതൊക്കെ എന്താണ്? വാക്വമാണ് അല്ലെ. വാക്വം ഉപയോഗിച്ചിട്ടാണ് അവര് നമ്മുടെ ആ പല്ലിന്റെ ഇടയിൽ വരുന്ന അഴുക്കുകള്, അല്ലെങ്കിൽ അവർ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിനുകള്, അതല്ലെങ്കിൽ ബ്ലഡ്, അതൊക്കെ അവര് സക്ക് ചെയ്തെടുക്കുന്നത്, വലിച്ചെടുക്കുന്നത്. അതെന്താ? വാക്വമാണ് അല്ലെ. അങ്ങനെ ടൂൾസ് ആയിട്ടും ഈ മെഡിക്കൽ ഗ്യാസുകള് ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ട് കേട്ടോ. മിസ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞെന്നാണ്. എടുക്കുമ്പോ ഒന്നുകൂടി ക്ലിയർ ആവും. ഹോസ്പിറ്റലില് എവിടേക്കാണ് ഗ്യാസുകൾ നമുക്ക് കണ്ടിരിക്കുന്നത്? ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട്, അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ മെഡിക്കൽ ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കാനായിട്ട് ടൂൾസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി എവിടെയൊക്കെയാണ് മെഡിക്കൽ ഗ്യാസുകൾ കണ്ടിട്ടുള്ളത്? ഹോസ്പിറ്റലില് വാർഡിലുണ്ട് അല്ലെ, ICUവിലുണ്ട്. പിന്നെ വേറെ എവിടെയാ? ഇവിടെ മാത്രമുള്ളോ ഹോസ്പിറ്റലില്? ലേബർ റൂമിലുണ്ട് അല്ലെ, ഗൈനക്കോളജി സെക്ഷനിലുണ്ട് അല്ലെ, ഓപ്പറേഷൻ OTയിലുണ്ട്. പിന്നെ എമർജൻസി സേഫ്റ്റി റൂം, ക്യാഷ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുണ്ട്. റൂമുകളിലുണ്ട് അല്ലെ, നോർമൽ റൂമുകളില്. റിക്കവറി റൂമുകളിലില്ലേ, പേഷ്യൻസിന് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് കിടക്കുന്ന റിക്കവറി റൂം ഉണ്ടാവാറില്ലേ? സർജറി കഴിഞ്ഞ പേഷ്യൻസിനെ കിടക്കുന്ന ഏരിയയാണ് റിക്കവറി റൂം. അവിടെയുണ്ട്. ഡയഗ്നോസ്റ്റിക്കിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഡയഗ്നോസിസ് പ്രൊസീജിയറിന് ഉപയോഗിക്കുന്നില്ലേ? നോക്കാണെങ്കിൽ ഇനി ചാപ്റ്റർ തുടങ്ങാം. അപ്പൊ നിങ്ങൾ എടുക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് മിസ്സിന് പറഞ്ഞോളാം. Chapter 5, Centralized Medical Gas System. Introduction. Medical gases are gases administered to patients. Patientsന് നൽകുന്ന ഹോസ്പിറ്റലില് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്യാസുകളെയാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. Centralized medical gas system are increasingly turning out to be an essential requirement in hospitals in the same way that other necessary services and utilities like electricity, water and air conditioning. കാരണം നമുക്ക് വെള്ളം, ഇലക്ട്രിസിറ്റി, അതേപോലെ എയർ കണ്ടീഷനിങ്, അങ്ങനെയുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനങ്ങളാണ് അല്ലെ വെള്ളം. ഇലക്ട്രിസിറ്റിക്ക് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നതാണോ? അത് വേണ്ടാന്ന് വെച്ചാല് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് അല്ല അല്ലെ. അപ്പൊ അതേപോലെ എന്താണ്? വാട്ടർ, ഇലക്ട്രിസിറ്റി, അതേപോലെ എയർ കണ്ടീഷനിങ് പോലെ തന്നെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്, റിക്വയർമെന്റ് ആണ് മെഡിക്കൽ ഗ്യാസ് അല്ലേ. ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചേക്കുക, ഒരു ഹോസ്പിറ്റലിൽ ഓക്സിജൻ ഇല്ല,
അനസ്തേഷ്യ കൊടുക്കാനുള്ള നൈട്രസ് ഓക്സൈഡ് ഇല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആവും. ഓക്സിജൻ മാത്രം എടുത്താൽ മതി. ഒരു ഹോസ്പിറ്റൽ ഓക്സിജൻ ഇല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുമോ കറക്റ്റ് ആയിട്ട്? വൈറ്റൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അല്ലെ ഹോസ്പിറ്റലില് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ. വെള്ളം, ഇലക്ട്രിസിറ്റി, എയർ കണ്ടീഷനിങ് എന്ന പോലെ തന്നെ ഒരു ഹോസ്പിറ്റലില് ഒഴിച്ചുകൂടാനാവാത്ത ഒരു റിക്വയർമെന്റ്സ് ആണ് മെഡിക്കൽ ഗ്യാസസ്. മെഡിക്കൽ ഗ്യാസസ് വിച്ച് ആർ ഗ്യാസസ് യൂസ്ഡ് ഇൻ മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. എന്താണ് മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസസ് ആണ് മെഡിക്കൽ ഗ്യാസസ്. ആർ യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ്. ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അനസ്തേഷ്യ അല്ലെ, അനസ്തേഷ്യ നൽകുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സം ഫോർ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾസ്. ചില മെഡിക്കൽ ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കാനും അതിന്റെ ടൂൾസ് ആയിട്ടും മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നുണ്ട്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ മിക്ക സ്ഥലങ്ങളിലും ഓരോ ഏരിയയിലും കൊണ്ടുവന്ന് കുറെ സിലിണ്ടേഴ്സ് വെച്ചിട്ടുണ്ടാവും അല്ലെ. ICU ഉണ്ടാവും, വാർഡിലുണ്ടാവും അല്ലെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ എല്ലായിടത്തും കൂടെ ഈ സിലിണ്ടേഴ്സ് വെക്കുന്നത് കുറച്ച് ഡേഞ്ചർ അല്ലേ? ഡേഞ്ചർ അല്ലേ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക്? അപ്പൊ എന്ത് ചെയ്യാണ്, ഒരു ഭാഗത്ത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അവർ ഗ്യാസ് വെച്ചിട്ട് ഈ സിലിണ്ടേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് മാനിഫോൾഡ് സിസ്റ്റം എന്നൊക്കെ പറയും. ആ മാനിഫോൾഡ് സിസ്റ്റത്തിലേക്ക് ഈ ഗ്യാസ് ഒക്കെ കണക്ട് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യും, പൈപ്പ് ലൈൻ വഴി ഈ ഗ്യാസ് വേണ്ട പൈപ്പ് ലൈൻ വഴി എല്ലാ ഏരിയസിലേക്കും, ഇപ്പൊ ICUലേക്ക്, വാർഡുകളിലേക്ക്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഭാഗത്തേക്കും അത് ഗ്യാസുകൾ ഏതൊക്കെ ഏരിയയിൽ ആവശ്യമുണ്ട് അങ്ങോട്ടൊക്കെ പൈപ്പ് ലൈൻ വഴി എത്തിച്ചു കൊടുക്കും. അതിനെയാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലില് ഒരു മിനിറ്റ് കേട്ടോ മിസ്, ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഫോട്ടോയിൽ കാണിക്കുന്ന പോലെ കണ്ടിട്ടുണ്ടോ? ആക്സിഡന്റ് കാഷ്വാലിറ്റിയിലൊക്കെ കാണാം കൂടുതലായിട്ട്. കണ്ടിട്ടുണ്ടോ? ഒരു സ്വിച്ച് ബോർഡ് പോലെ സ്വിച്ച് ഒക്കെ കണക്ട് ചെയ്യുന്ന ഇതെന്താണ്? ഈ ഗ്യാസിന്റെ ഔട്ട്ലെറ്റുകളാണ്. ഔട്ട്ലെറ്റ് ഈ ഗ്യാസില് നമുക്ക് ഏത് എക്യുപ്മെന്റിലാണോ ഗ്യാസ് ആവശ്യമായിട്ടുള്ളത് അത് ട്യൂബ് ഹോസ് വഴി ഇതിൽ കണക്ട് ചെയ്തിട്ട് ആ പേഷ്യൻസിന് നമുക്ക് ആ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പൊ ഓക്സിജൻ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഓക്സിജന്റെ ആ ട്യൂബ് ഹോസ് ആ ഔട്ട്ലെറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻസിന് കൊടുക്കാം. അപ്പൊ നമുക്ക് സിലിണ്ടേഴ്സിന്റെ ആവശ്യമുണ്ടോ? അവിടെ സിലിണ്ടേഴ്സിന്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. എളുപ്പത്തിൽ അല്ലെ നമുക്ക് ഈസി ആയിട്ട് പേഷ്യൻസിന് ലഭ്യമാക്കാൻ സാധിക്കുന്നു അല്ലെ. സേഫ്റ്റി ആണ്, പേഷ്യൻസിന്റെ സേഫ്റ്റി ആണ് അല്ലെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ചാപ്റ്റർ എടുക്കുന്നതിന് മുമ്പ് മിസ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. നെക്സ്റ്റ്, മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്ന ഏരിയാസ് ഏതെല്ലാമാണ്? ദ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് യൂസ് മെഡിക്കൽ ഗ്യാസസ് ഇൻ ഹോസ്പിറ്റൽ കൺസിസ്റ്റ് ഓഫ് റൂം, recovery room, diagnostic procedure and intervention areas, obstetrics and gynecology wards, ICU, general wards, etc. എന്താണ് ഹോസ്പിറ്റലിലെ റൂമുകളില് റിക്കവറി റൂം, അതായത് സർജറി കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ റിക്കവറി ചെയ്യുന്നതിന് വേണ്ടി കിടക്കുന്ന ഒരു ഏരിയ ആണ് റിക്കവറി റൂം. റിക്കവറി റൂമില് പിന്നെ രോഗനിർണയ നടപടിക്രമങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഡയഗ്നോസിസ് പ്രൊസീജിയർ, ലബോറട്ടറി ഒക്കെ ഇല്ലേ, ലബോറട്ടറിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പാർട്ടിക്കിൾസിനെ വേർതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇന്റർവെൻഷൻ ഏരിയാസ്, അതായത് ചെറിയ ചെറിയ ചികിത്സകൾ നടത്തില്ലേ, ചെറിയ ചെറിയ ചികിത്സകൾ നടത്തുന്ന ഏരിയാസ് ഇന്റർവെൻഷൻ ഏരിയാസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വാർഡ്, എന്താണ് പ്രസവാനന്തര പ്രസവ ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തുന്ന വാർഡുകളിലാണെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസിൽ ഉപയോഗിക്കുന്നുണ്ട്.
ICU ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ജനറൽ വാർഡുകളിലും മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നുണ്ട്. എക്യുപ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ദി മെഡിക്കൽ ഗ്യാസ് പൈപ്പ്ലൈൻ സിസ്റ്റം വിയ സ്റ്റേഷൻ ഔട്ട്ലൈറ്റ് സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴി മെഡിക്കൽ ഗ്യാസിന്റെ എന്താണ് എക്യുപ്മെന്റിലേക്ക് മെഡിക്കൽ ഗ്യാസ് എക്യുപ്മെന്റിലേക്ക് കണക്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് മെഡിക്കൽ gas system includes vacuum system and waste anesthetic gas disposal. എന്താണ് മെഡിക്കൽ ഗ്യാസ് നമ്മൾ വാക്വം സിസ്റ്റത്തിൽ പിന്നെ എന്താണ് അനസ്തേഷ്യക് ഗ്യാസിന്റെ ഡിസ്പോസലിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അനസ്തേഷ്യക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റം, അതായത് വാതകം അനസ്തേഷ്യക്കിന് ഉപയോഗിക്കുന്ന ആ ഗ്യാസിന്റെ ആ വാതകം വൃത്തിയാക്കാനായിട്ട് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ അല്ല എല്ലാവർക്കും. അപ്പൊ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണോ മിസ് എടുത്തത്? മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന നൽകുന്ന ഗ്യാസിനെയാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. നമുക്ക് ഇലക്ട്രിസിറ്റി വെള്ളം അതേപോലെ മെഡിക്കൽ എയർ കണ്ടീഷനിങ് ഒക്കെ പോലെ തന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഒട്ടും എസെൻഷ്യൽ ആയിട്ടുള്ള അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആണ് മെഡിക്കൽ ഗ്യാസ്. പിന്നെന്താണ് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി അനസ്തേഷ്യക്ക് മെഡിക്കൽ ഡിവൈസുകൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും എക്യുപ്മെന്റ് ഡിവൈസുകളിൽ ടൂളായിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? മിസ് എടുത്തത് മിസ് ഇത്ര എടുക്കുന്നുള്ളൂ. പുതിയ ചാപ്റ്റർ തുടങ്ങിയല്ലേ, കുറച്ച് എടുക്കുന്നുള്ളൂ മിസ്. അപ്പൊ ഓരോ ചാപ്റ്ററും കഴിയുമ്പോ നിങ്ങൾ പഠിക്കാട്ടാ. ആ ചാപ്റ്റർ കഴിഞ്ഞെന്നും പറഞ്ഞ് നീക്കിയൊക്കെ എഴുതട്ടാ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ആ ചാപ്റ്റർ നോക്കി നോട്ട് ചെയ്ത് വെച്ചിട്ട് മിസ് നെക്സ്റ്റ് ദിവസം ക്ലാസ്സിൽ കയറുമ്പോ ഒന്ന് ചോദിക്കാട്ടാ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ മിസ്. ഓക്കെ, താങ്ക് യു ഓൾ.